ഗായ്സ് എല്ലാവർക്കും കാരണം ഇത് ബൈക്കാട്ടോ. ഇത് പുത്തു ബൈക്കാ. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മളെ പുതിയ വേറെ സാധനം കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം കാണിച്ചു കേട്ടോ. ഇതാ കാണുന്നുണ്ടോ എന്നായിരിക്കും. കാണുന്നുണ്ടോ ആ സാധനം എന്തെന്ന് എനിക്കറിയാം. അത് നമ്മളെ സാധനം പേരാണ് അക്വേറിയം. അടിപൊളി അടിപൊളി കേട്ടോ. ഇത് നമ്മളെ വ്യൂവിൻ്റെ റോഡ്. നമ്മളെ ബൈക്ക് കാണിച്ചതല്ല കേട്ടോ. ഇതാണ് നമ്മളെ ബൈക്ക്. അത് കാണുന്ന ഇടയിൽ കൂടി എല്ലാം നേരെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വൺ ബൈക്ക് നോക്കുന്നുണ്ട്. അത് നേരെ കാണാൻ പോരാട്ടോ. നേരെ കാണാം. പിന്നെ ഇത് വീടിൻ്റെ ഉള്ളിൽ അടുക്കള മുറി പിന്നെ വേറെ ഒന്നുമില്ല. എന്ത് പറയാൻ. പിന്നെ കാടിൻ്റെ അവിടെ ഒരു തൊഴിലുറപ്പുണ്ടായി എൻ്റെ അമ്മാമ്മക്ക്. പിന്നെ എന്താ പറയുക, കുറേ പണിയുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറയുന്നത് ചെറിയ പിന്നെ ഒരു കൂടാണ്. ഇപ്പം എന്താ പറയുക, ഇത് ഞങ്ങളെ റേഡിയക്കിൻ്റെ സൈക്കിൾ. അടിപൊളി സൈക്കിളാണ്. ഡിസ്കാണ്. അടിപൊളി സൈക്കിളാണ്. ഇതാണ് എൻ്റെ സൈക്കിള്. ഇത് സാധനം കൂടി ഉണ്ട്. സാധനത്തിൻ്റെ അറിയണമെങ്കിൽ ഇവിടെ സ്വിച്ച് സൗണ്ട് അടിപൊളി കേട്ടോ. ഇത് നമ്മളെ അല്ലൊന്നും വിടുവാ. എന്റെ ചേട്ടനാട്ടോ. ഇത് രണ്ടെണ്ണം ചേട്ടാ. ഇത് കടാ. ഇത് അക്വേറിയം. വാ ബ്യൂട്ടിഫുൾ അക്വേറിയം കേട്ടോ. ഇതൊക്കെ അടിപൊളി അക്വേറിയം. ഇതെല്ലാം അടിപൊളിയാണ്. ഇത് റേഡിയക് സൈക്കിൾ തുരുമ്പൊന്നും പിടിക്കില്ല കേട്ടോ. അപ്പം എന്താ പറയാ, ഇത് നമ്മൾ അടിപൊളി ബൈക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി ബൈക്കാണ്. ഇതിൻ്റെ പേരാണ് ഒന്ന് കഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ കാട്. ഒരു തൊഴിലുറപ്പിൻ്റെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇപ്പോൾ എന്താ പറയുക, ഇത് നമ്മളെ പോരാ. ഇതാണ് ബൈക്കിൻ്റെ വ്യൂ. ബാക്ക് ഭാഗത്ത് ഇവിടെ ഒരു ദിവസം ഇവിടെ പാമ്പ് അങ്ങനെ അതിങ്ങനെ ചേരാ. അല്ല അവിടെ തന്നെ തല കടിക്കാൻ പോയിന്. അപ്പം ഞങ്ങൾ അടിച്ച് പായിപ്പിച്ച് അതിൽ പോയി. ഇവിടെ എന്താ പറയുക, മൊത്തം ഒരു അമ്പിളി പാമ്പിനെ കാണുള്ളൂ. ആ ലൈറ്റ് എത്തിക്കണേ ഒരു അമ്പിളിയാണ് കേട്ടോ. എന്താ പറയുക, ഒരു എന്താ സൈക്കിളുണ്ട്. ഇവിടെ മൊത്തം പോരാണ്. ഇവിടെ പിന്നെ ഇത് ഞങ്ങൾ വെല്ലുമ്മൻ്റെ വീടാണ്. പിന്നെ അതിൻ്റെ അപ്പുറമാണ് ഞങ്ങളെ വീട്, എൻ്റെ വീട്. ഇപ്പോൾ എന്താ പറയുക, വേറെ ഒരു ഫ്രണ്ട്സും കൂടി ഉണ്ട്. കണ്ണൻ അവൻ്റെ